എല്ലാവർക്കും ആദി ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് സബ്സ്ക്രൈബ് വേഗം കൂട്ടാൻ പറ്റുന്നത്. ഞാൻ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് 1000 സബ്സ്ക്രൈബർ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ടിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ ജെന്യുവനായിട്ടുള്ള സബ്സ്ക്രൈബ് എങ്ങനെ ഗെയിം ചെയ്യാൻ പറ്റും എന്നുള്ള 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുൻപേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നിർത്തും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് മുന്നോട്ട് കണ്ടാൽ മതി. കാരണം അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചാനൽ ഒരിക്കൽ പോലും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ സ്പാം ബോക്സിലേക്കാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ആ കമൻറ്റ് ഡിസേബിൾ ആയിരിക്കും, പക്ഷേ മറ്റുള്ളവർക്കത് ആ കമൻറ്റ് കാണില്ല. അതിന് പകരം യൂട്യൂബർ ഓട്ടോമാറ്റിക്കലായിട്ട് സ്പാൻ ബോക്സിലേക്ക് ഇടുകയാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് 10 പേർക്ക് നിങ്ങളുടെ സ്പാൻ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിടുന്ന വീഡിയോ യൂട്യൂബ് ഓർഗാനിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ടെർമിനലാകും. ഇപ്പം ജെന്യുവലായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു പരിപാടി നിർത്തുക. ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്നാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസമൊക്കെ എടുക്കും 1K സബ്സ്ക്രൈബ് ആവാനായിട്ട്. അപ്പം 1K മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് 1 മാസം പോലും എടുത്തില്ല. എന്ത് വെച്ചാൽ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആഴ്ചയിൽ തന്നെ 1, 2, 3 വീഡിയോ ഇടുകയായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഇടുന്നത് പോലെ, പിന്നെ മാസത്തിലൊരു വീഡിയോ ആയി, പിന്നെ തീരെ വീഡിയോ ഇട്ടില്ല. അതിനുശേഷം ഞാൻ എപ്പോഴാണോ വീണ്ടും ആഴ്ചയിൽ 1, 2 വീഡിയോ എടുത്ത് തുടങ്ങിയത്, ആ ഒരു സമയത്താണ് നമ്മുടെ യൂട്യൂബിന് ഓട്ടോമാറ്റിക്കലായി മനസ്സിലാവുന്നത് ഈ ഒരു ക്രിയേറ്റർ ജെന്യുവലായിട്ടുള്ള ക്രിയേറ്ററാണ്, അത്യാവശ്യം വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, എങ്ങനെ ഇടുന്ന ആൾക്കാരാണ്, ആൾക്കാരെ കാണിക്കണം എന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാകാൻ മാത്രമേ നിങ്ങളെ ചാനൽ ഓർഗാനിക്കായിട്ട് വേറൊരാളെ മുന്നിൽ എത്തുകയുള്ളൂ. അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സബ്സ്ക്രൈബ് ആവത്തുള്ളൂ. രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നത് പോലെ ഞാൻ എൻ്റെ വീഡിയോയിലെ ലിങ്കുകളെല്ലാം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ സബ്സ്ക്രൈബ് പെട്ടെന്ന് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ ആക്ച്വലി നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ പോലെ 3-4 മാസം കൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം കൂടെ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നീട് ഈ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ അനലൈസ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ചിൽ നിന്നും, കൂടാതെ യൂട്യൂബിൻ്റെ ബ്രൗസർ ഫീഡിൽ നിന്നാണ്. അതായത് ഹോം ഫീഡിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 2-3% വ്യൂസ് മാത്രമേ എക്സ്റ്റേണലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനേ കിട്ടുന്നുള്ളൂ, അല്ലാതെ എല്ലാം യൂട്യൂബിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യരുത് എന്നല്ല പറയുന്നത്. നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബും വ്യൂസും കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി ആ വീഡിയോ കാണുകയും ഒരു 30 സെക്കൻഡ് പോലും കാണാതെ പോവുകയൊക്കെ ചെയ്യും. പറഞ്ഞ സ്ഥിതിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ ഒരു വീഡിയോ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നിങ്ങളുടെ വീഡിയോയുടെ ടോട്ടൽ വ്യൂറൻസ് അനുസരിച്ച് 50% ആൾക്കാർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പിന്നെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യണതല്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ പെർഫോമൻസ് വളരെയധികം കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു ആ വീഡിയോ എങ്ങനെ ഷെയർ ചെയ്താലും നിങ്ങളുടെ ചാനലിൽ ആകെ സബ്സ്ക്രൈബ് മെയിൻറ്റെയിൻ ചെയ്യാനോ ആ വീഡിയോയ്ക്ക് വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുപോലെ നിങ്ങൾ ആദ്യം തന്നെ ഷെയർ ചെയ്യാതെ നിങ്ങൾ മാക്സിമം സെർച്ചിലൂടെയും ബ്രൗസർ ഫീൽഡിലൂടെയും വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ്. അപ്പം ഞാൻ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്, ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ എന്നെ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ തോന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഐ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സ് എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കില്ല. അവർ വേറെ ആരുടെത്തോ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നതായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ക്യാമറയുടെ ലെൻസിലേക്ക് തന്നെ നോക്കുക. അപ്പം AB എന്നൊരു ഫോർമുല നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിംഗ് ആൻഡ് ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ലൈറ്റിലൂടെ നിങ്ങൾക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് ആയിരിക്കും നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ മാക്സിമം
അത്യാവശ്യം വെളിച്ചമുള്ള റൂമിൽ ഇരുന്ന് നിങ്ങളുടെ ഫേസിലേക്ക് വെളിച്ചം അടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതുപോലെ എന്ന് പറയുന്നത് ഓഡിയോ ആണ്. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓഡിയോ കേൾക്കുന്നതിന് പകരം ഈ ഞാൻ പറയുന്ന ഓഡിയോ മൊത്തം കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കേൾക്കുക, പകുതി വെച്ചിട്ടിട്ട് പോകും. അപ്പോൾ ഓഡിയോ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നു അത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇപ്പോൾ വീഡിയോ കാണുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മിനിമം 800 റുപ്പീസ് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയി താല്പര്യമുണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മൈക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മൈക്ക് മേടിച്ചോ നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നത് നിർബന്ധമാണ്. അടുത്തത് ബി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ബാക്ക്ഗ്രൗണ്ട് പലതും ഞാൻ പരീക്ഷിച്ച് നോക്കി. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങളും ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിൽ ഒരു ഗ്രീൻ സ്ക്രീൻ വാങ്ങിച്ച് ഇതുപോലെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് വെച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെന്ന് വരുത്തുക. 4-മത്തത് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ആ കമൻസിലെല്ലാത്തിനും എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസിനും ഞാൻ കമൻസ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരാൾ കണ്ട് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആ വീഡിയോ എത്ര നേരം കണ്ടു ജെന്യുവലായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. ആ ഒരു സബ്സ്ക്രൈബർ, ആ ഒരു വ്യക്തി നമ്മൾ എന്തായാലും ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു സബ്സ്ക്രൈബർ എല്ലാം ജെന്യുവലായിട്ടുള്ള സബ്സ്ക്രൈബ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ആവണമെങ്കിൽ എന്തായാലും അവർ തരുന്ന കമൻറ്റുകൾക്ക് എല്ലാവരും നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഹാർട്ടായാലും കൊടുക്കാനും മതി. കാരണം അവരറ്റം വരെ നമ്മളുടെ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് തോന്നിയതുകൊണ്ടാണ് അവരത് കണ്ടതും. അങ്ങനെ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും നമ്മളടുത്തത് വേറെ വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് അങ്ങനെ ഒരു ലോയലായിട്ട് ഒരു സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം കമൻറ്റ് അവർ വീഡിയോസ് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കണം. 5-മത്തത് എന്ന് പറയുന്നത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണെങ്കിൽ ഉടനെ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാരോട് പറയരുത്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 200-300 സബ്സ്ക്രൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കിട്ടിയ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണതല്ല, നമ്മളെ അറിയുന്നത് കൊണ്ട് മാത്രമാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി സബ്സ്ക്രൈബ് ചെയ്തുവെങ്കിൽ പോലും പിന്നീട് നമ്മളിടുന്ന വീഡിയോസ് ഒന്നും അവർ കണ്ട് എന്ന് വരില്ല. മേ ബി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ വീഡിയോസ് കണ്ടില്ല എങ്കിൽ ഏകദേശം 1-2 മാസം കഴിയുമ്പോൾ യൂട്യൂബ് ആ സബ്സ്ക്രൈബറിനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇൻവാല്യൂ സബ്സ്ക്രൈബ് എന്ന് കൺസെഷൻ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സബ്സ്ക്രൈബ് നമ്മൾ യൂട്യൂബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 200-300 സബ്സ്ക്രൈബ് എനിക്ക് കിട്ടിയെങ്കിലും ഇപ്പോഴെൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര തന്നെ സബ്സ്ക്രൈബ് ലോസ് ആയിട്ടുണ്ട്. ആ ലോസ് ആയിട്ടുള്ള സബ്സ്ക്രൈബറെല്ലാം നമ്മുടെ എല്ലാം ഡെത്ത് സബ്സ്ക്രൈബറാണ്. നമ്മൾ പറഞ്ഞ രീതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അവർ കണ്ടിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കലി അൺസബ്സ്ക്രൈബ് യൂട്യൂബുകാർ അൺസബ്സ്ക്രൈബുകൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചാനലിൻ്റെ ആ ഒരു പേജ് അതിൽ അത്യാവശ്യം നല്ല ഒരു ബാനർ ഇമേജ് കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു ചാനലിന് ലൈക്കം കൊടുക്കുക. എന്നിട്ട് മിനിമം ഒരു 5 വീഡിയോ എങ്കിലും ആ ചാനലിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ചാനൽ നോക്കുമ്പോൾ ആ ഒരു ചാനലിൻ്റെ കണ്ടൻറ്റ് എന്നാണ്, ആ ചാനലിൻ്റെ വീഡിയോസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ മിനിമം ഒരു 5 വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് ടെക് ചാനലാണ്, കുക്കിംഗ് ചാനലാണ് എന്നുള്ള കൺസെപ്റ്റ് അവരുടെ മൈൻഡിൽ വരത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു ഇംപ്രഷൻ ആണെങ്കിൽ അറിയാതെ ആ വ്യക്തി സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് ഇതുപോലെ 5 വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹോം വീഡിയോയിൽ അവരുടെ ഓരോ വീഡിയോസ് പോലെ അവരുടെ ഫോണിൽ പൊങ്ങി വരും. അപ്പോൾ ഒരു വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കലി അവരെ ആ വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഓർഗാനിക്കലായിട്ട് ഇഷ്ടംപോലെ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് കിട്ടും. അവസാനത്തെ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബ് വരും കൂട്ടേണ്ടത് എന്നുള്ള കാര്യം അറിയണം. അപ്പം നിങ്ങൾ യൂട്യൂബിലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടത് ഇപ്പോൾ എൻ്റെ ചാനൽ ഈ കാണുന്ന വ്യക്തി വരും. ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും.
അപ്പോൾ നിങ്ങളൊരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ട് വെക്കുക. ഈ സമയത്ത് നിങ്ങളാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയെന്ന് നിങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷ എന്തായിരിക്കും? ഈ കാണുന്ന വ്യൂവേഴ്സ് അല്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നതാണ്. ഈ വീഡിയോ കാണുന്ന പലരും ഈ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ചെയ്താത്തവരായിരിക്കും. അങ്ങനെ ചെയ്യാതെ പോകുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരു ലോയലായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അതേപോലെ തന്നെ ജസ്റ്റ് കണ്ടൻറ്റ് കാരണം വിഷയം അറിയണമെന്ന് അറിഞ്ഞു പോകുന്ന ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സബ്സ്ക്രൈബായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളും അതുപോലെ മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ആൾക്കാർ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.